ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിത്. അങ്ങനെ നമ്മുടെ കേട്ടറ്റ് എക്സാം കഴിഞ്ഞു. കുറേ നാളുകളായിട്ട് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദീർഘമായിട്ടുള്ളൊരു പഠന കാലയളവ് നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ പാസ്സാവാനായിട്ടുള്ള മാർക്ക് മേടിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു കൂട്ടം കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, വേണ്ട രീതിയിൽ അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിലാണ് പരീക്ഷാ ഭവൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ട് ചില മിസ്റ്റേക്സ് പരീക്ഷാഭവൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുമ്പോൾ നമുക്കതിനെ ചാലഞ്ച് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അതേപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഒടുവിലായിട്ട് എന്ത് വരുന്നത്, ഫൈനൽ ആൻസർ കീ വരുന്നത്. അപ്പോൾ ഫൈനൽ ആൻസർ കീയും കൂടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് ഉറപ്പിക്കുക. ഇപ്പോൾ ജസ്റ്റ് ക്വാളിഫയിങ് മാർക്കിലാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ ഇനി പാസ്സാവോ, ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന കൂട്ടുകാരുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളാണ് ഇനി എന്ത് ചെയ്യേണ്ടത്, കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കേണ്ടത് അല്ലേ. മടി പിടിച്ച് ഇത്രയും നാൾ ഒന്നും പഠിക്കാതിരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് അടുത്ത ഒരു ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് അടുത്തൊരു കേട്ടറ്റ് ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അടുത്തൊരു ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് സമയത്തല്ലേ എക്സാം വരുന്നത്, ആ സമയത്ത് പഠിച്ചു തുടങ്ങാം എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട. ഇത്തവണത്തെ എക്സാം ഞാൻ എഴുതി, എനിക്ക് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, പാസ് മാർക്ക് കിട്ടാൻ പാകത്തിൽ ഞാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലേ. ഒന്നും പഠിക്കാതെ പോകുന്നൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ്, നമുക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ കുറേശ്ശെ ആയിട്ട് തുടങ്ങാം. ഇപ്പോൾ ഈ ഒരു എക്സാമിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ K1 കേസ് എടുക്കുകയാണെങ്കിൽ, കേട്ടറ്റ് കാറ്റഗറി 1 സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ലിബറൽ ആയിട്ടുള്ള രീതിയിലാണ് പരീക്ഷാ ഭവൻ ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു 100-ന് മുകളിലോട്ട് മാർക്ക് മേടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കേട്ടറ്റ് കാറ്റഗറി 1 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതിൽ തന്നെ പെഡഗോജി ക്വസ്റ്റ്യൻസ്, ജനറൽ ഭാഗത്തുനിന്ന് പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാർക്കൊന്നും അധികം നഷ്ടമാകാതെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി കേട്ടറ്റ് കാറ്റഗറി 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻസിൽ എന്ത് വന്നിട്ടുണ്ട്, ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. സാധാരണഗതിയിൽ കേട്ടറ്റ് കാറ്റഗറി 1 കുറച്ചും കൂടി ഉയർന്ന ലെവലിലാണ് ഇവിടെ ചോദ്യങ്ങൾ വരിക, കേട്ടറ്റ് കാറ്റഗറി 2 വരിക. അതിനേക്കാളും ഉയർന്ന രീതിയിലാണ് കേട്ടറ്റ് കാറ്റഗറി 3 ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് സ്വാഭാവികമാണ്, അതിൻ്റെ ഒരു ടഫ്നെസ് എന്ന് പറയുന്നത്. പക്ഷേ സാധാരണഗതിയിൽ കേട്ടറ്റ് എക്സാം നടക്കുന്ന സമയത്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന ഭാഗം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ഇന്ന ചോദ്യങ്ങൾ ഇതുപോലെ തന്നെ വരാറുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ PYQs പഠിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ കേട്ടറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ. കേട്ടറ്റ് കാറ്റഗറി 1 കാറ്റഗറി 2 സാധാരണഗതിയിൽ ഒരുപാട് ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പരീക്ഷ ഭവൻ ചോദിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ എന്ത് കാണാൻ പറ്റില്ല, കുറേയധികം ഭാഗത്തു നിന്നൊന്നും ഇതുവരെയും പരീക്ഷാ ഭവൻ ചോദിക്കാത്ത കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എക്സാമിൻ്റെ പാറ്റേണിൽ തന്നെ എന്ത് വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വളരെയധികം കുറവായിരുന്നു. അത്യാവശ്യം അപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ഇത്തവണത്തെ എക്സാമിന് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇനി എന്ത് ചെയ്യാനായിട്ട്, അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി കേട്ടറ്റ് കാറ്റഗറി 3 സംബന്ധിച്ചിടത്തോളം എക്സാം എഴുതിയിട്ടുള്ള കൂട്ടുകാർക്കറിയാം എത്രത്തോളം എക്സാം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിലും, ജനറൽ ഏരിയ അതായത് സൈക്കോളജി, ലാംഗ്വേജിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ സൈക്കോളജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 40 മാർക്കാണ് കേട്ടറ്റ് കാറ്റഗറി 3 വരുന്നത്. അതിൽ ഒരു പകുതി ചോദ്യങ്ങളും ഏത് രീതിയിലാണ് വരാറുള്ളത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് വരാറുള്ളത്. പക്ഷേ ഇത്തവണത്തെ നമ്മൾ K3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് സബ്ജക്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇനിയിപ്പോൾ സൈക്കോളജിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും പുതിയ ചോദ്യങ്ങളാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ B.Edന് പഠിക്കാത്ത കുറേ കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഇപ്പോൾ
മോട്ടിവേറ്റഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ BEdന്റെ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് മോട്ടിവേറ്റഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതിൽ പഠിക്കാനില്ല. ജസ്റ്റ് മോട്ടിവേഷൻ എന്താണ്, എങ്ങനെ മോട്ടിവേഷൻ കുട്ടികളിൽ നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മോട്ടിവേറ്റഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആരുടേതാണ്? പിന്നെ നമ്മൾ ലെവിൻ്റെ ഒരു തിയറിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂസിങ് ആകുന്ന തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇത്തവണ കേട്ടിട്ട് കാറ്റഗറി 3ക്ക് സൈക്കോളജിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തവണത്തെ പരീക്ഷ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കൂട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ആ ഒരു ക്വാളിഫൈ മാർക്കിനടുത്തോട്ട് എത്താൻ പറ്റിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ്. അതിൽ കേട്ടിട്ട് കാറ്റഗറി 3 ആണ് ഭൂരിഭാഗം കുട്ടികളെയും വിഷമിപ്പിച്ചിട്ടുള്ളത്. അത്യാവശ്യം ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു നെറ്റിൻ്റെ നിലവാരത്തിൽ വരെ ചോദ്യങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, അത്യാവശ്യം നല്ല രീതിയിൽ കേട്ടിട്ട് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇതുവരെ നമ്മൾ ഒരു ഒഴുക്കൻ മട്ടിൽ അല്ലെങ്കിൽ കുറേ PYQs പഠിക്കുന്നു, അതല്ലെങ്കിൽ കോർ ഏരിയാസ് നോക്കി അത് പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്വാളിഫൈയിങ് ചെയ്യാനുള്ള മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് എന്തു പറ്റില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് തന്നെ നമുക്ക് വേണം. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തൊട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമുക്കറിയാം എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ, കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഇനി എന്തായാലും കുറച്ച് സമയം നമ്മുടെ മുന്നിലുണ്ട്. പെട്ടെന്നൊന്നും തന്നെ എന്ത് വരില്ല, അടുത്ത എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ആകെ നമുക്ക് 1-1.5 മാസം നമുക്ക് കിട്ടുക. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ഡെപ്ത് ആയിട്ടുള്ള രീതിയിൽ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കേട്ടറ്റിൻ്റെ സിലബസ് എടുത്ത് അതിലെ ഓരോരോ ഭാഗങ്ങളായിട്ട് പഠിച്ചു തുടങ്ങാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കുക, അതിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള രീതിയിൽ കോൺസെപ്റ്റുകൾ പഠിച്ചു പോവുക. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി വരുന്ന കേട്ടറ്റ് എക്സാമിന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ കേട്ടറ്റ് കാറ്റഗറി 1നും 2നും 3ക്കും വന്നിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. പുതിയ മാറ്റങ്ങൾ അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പെഡഗോജി ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കുട്ടി ഗണിതക്രിയകൾ ചെയ്യുമ്പോൾ ആവർത്തിച്ച് തെറ്റുകൾ വരുത്തുന്നു. ഒരു ടീച്ചർ എന്ന നിലയിൽ താങ്കൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ഇവിടെ ചോദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കണക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടീനെ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക? പക്ഷെ ഇതെന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ഒരു ചോദ്യമാണ് അല്ലേ. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, അതിൽ നിന്നും തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ കേട്ടിട്ട് കാറ്റഗറി 1ൽ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടും പെഡഗോജിനെ കണക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പെഡഗോജിനെ കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അത്യാവശ്യം ഒരു റിയൽ ക്ലാസ് റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ഏതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ അവിടെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് ദൃശ്യസ്ഥലപരമായിട്ടുള്ള ബുദ്ധി കൂടുതലുള്ള തൻ്റെ ക്ലാസ്സിലെ കുട്ടിക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുക. കണ്ടോ, ഈ സ്ക്രീൻ ഫുൾ എന്താണ്, ഈ ഒരു ചോദ്യമാണ് നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും എന്താണ്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യമാണ്. 4 പ്രവർത്തനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ ഏതാണ് ദൃശ്യസ്ഥലപരമായിട്ടുള്ള ബുദ്ധി കൂടുതൽ എന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു സിറ്റുവേഷൻ തരും. ആ സിറ്റുവേഷൻ തന്നിട്ട് ആ ഒരു സിറ്റുവേഷനിലുള്ള വ്യക്തിക്ക് ഏത് തരത്തിലുള്ള ഇന്റലിജൻസ് ആണ് കൂടുതലുള്ളത് എന്നുള്ള രീതിയിലാണ് ചോദ്യം വരാറുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് ഈ 4 എണ്ണം വായിക്കണം, ഓപ്ഷൻസ് നോക്കണം, മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണെന്നൊക്കെ നോക്കണം. ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. സാധാരണഗതിയിൽ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളാകുമ്പോൾ അവിടെ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്, കുട്ടികൾ അവിടെ കുറേ നേരം വായിച്ച് സമയം കളയണം അല്ലേ. അപ്പോൾ പരീക്ഷ ഭവനാണെങ്കിലും നല്ല മിടുക്കരായിട്ടുള്ള അധ്യാപകർ മാത്രം ഇനി എന്ത് ചെയ്താൽ മതി, സ്കൂളിലേക്ക് പോയാൽ മതി എന്നുള്ള ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് കൊടുക്കാം. ഇനി ഇത് കേട്ടിട്ട് കാറ്റഗറി 2ന് ചോദിച്ചൊരു ചോദ്യമാണ്, വികാസ തത്വങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ഒരു അധ്യാപികയ്ക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട്. അവിടെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിന്റെ കൂട്ടത്തിൽ വരാത്തത് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതേസമയം തന്നെ ഒരു അധ്യാപിക ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലാത്തത്
അല്ലേ? അവിടെ എന്താണ് കുറച്ചും കൂടി വെറൈറ്റി ആണ്. ഇപ്പോൾ കുറച്ച് തിരക്ക് പിടിക്കുന്ന കുട്ടികളാണെങ്കിൽ ആദ്യം തന്നെ അവിടെ എന്താ വായിക്കുക? അധ്യാപികയ്ക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങളിൽ പെടുന്നത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വായിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ട്രിക്കി ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. ഇത് കേട്ടിട്ട് കാറ്റഗറി 2-ന്റെ ചോദ്യമാണ്. മറ്റുള്ളവരുമായി കൂട്ടുകൂടാനും സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനും അവരുടെ അംഗീകാരം നേടാനുമുള്ള ശ്രമം നടത്തുന്ന ഘട്ടം. ഇതിൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്ന ഒരു പ്രതിസന്ധി ഘട്ടം രൂപപ്പെടുന്നു. എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തമനുസരിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിന്റെ പേര്. ഇവിടെ എറിക്സണിന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മിക്കപ്പോഴും ചോദിക്കാറുള്ളത് ഒരു കുട്ടിയുടെ വയസ്സ് തരും, പ്രായം തന്നിട്ട് ആ കുട്ടി വികസനത്തിന്റെ ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് ചോദ്യം വരാറുള്ളത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, വളരെ എന്താ പറയുന്നത്, വല്ലപ്പോഴും ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് അപ്ലിക്കേഷൻ ലെവൽ രീതിയിൽ ചോദ്യങ്ങൾ കേട്ടിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത്. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് തന്നിട്ടില്ല? ആ കുട്ടിയുടെ വയസ്സ് തന്നിട്ടില്ല. വയസ്സ് തരാതെ ആ കുട്ടി ഉൾപ്പെടുന്ന പ്രായം അല്ലെങ്കിൽ വികാസഘട്ടമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓരോ വികാസഘട്ടത്തിലും കുട്ടി ചെയ്യേണ്ട പ്രവൃത്തികൾ, ആ പ്രവൃത്തിയും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇവിടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുമായി കൂട്ടുകൂടാനും സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനും അവരുടെ അംഗീകാരം നേടാനുമുള്ള ശ്രമം. ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാം അനാലിസിസിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. കുട്ടികൾ സ്കൂളിലേക്ക് പോയി തുടങ്ങുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് നമ്മൾ എന്ത് കാണുന്നത്? ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നത്. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇവിടെ ആ സമയത്ത് കുട്ടികൾ ഭൂരിഭാഗം പേരും തെരഞ്ഞെടുത്തിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരുന്നു. അടുപ്പം വേഴ്സസ് ഒറ്റപ്പെടൽ. അടുപ്പം വേഴ്സസ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്? അഡൾട്ട്ഹുഡിലാണ് കാണുന്നത് അല്ലെ? യൗവന കാലഘട്ടത്തിലാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇൻറ്റിമസി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ഉറ്റ സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണറിനെ പോലെ നമ്മൾ ഒരാളിനെ തിരഞ്ഞെടുക്കുന്നു, അവരുമായി നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. അതാണ് അവിടെ ഇൻറ്റിമസി വേഴ്സസ് അല്ലെങ്കിൽ ഐസൊലേഷൻ എന്ന് പറയുന്നത്, ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഇവിടെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടുന്നു, അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ഏത് ഘട്ടത്തിലാണ്? നമ്മുടെ സംഘബന്ധങ്ങളുടെ കാലഘട്ടം അല്ലേ? കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ഒരേ വൈബ് അനുസരിച്ചുള്ള കൂട്ടുകാരെ നമ്മൾ കണ്ടുപിടിക്കുന്നു, അവരുമായിട്ട് ഒന്നിച്ച് മുന്നോട്ടേക്ക് പോകുന്നു, ഒന്നിച്ച് പ്രവർത്തിക്കുന്നു, സഹകരണ മനോഭാവം വളരുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നത് സ്കൂൾ കാലഘട്ടത്തിലാണ്. ആ സ്കൂൾ കാലഘട്ടമാണ് ഇവിടെ ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് അല്ലേ? ഇനി അതേപോലെ തന്നെ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അനാലിസിസ് കണ്ട കുട്ടികളാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഏതാണ് ഓപ്ഷനായിട്ട് വരുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ ബി ആണ്. നമ്മൾ അനാലിസിസ് നടക്കുന്ന സമയത്ത് കറക്റ്റ് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ചോദ്യത്തിൻ്റെ. പക്ഷെ എന്താണ്? ആൻസർ പറഞ്ഞതിൽ മാറിപ്പോയി. ഇവിടെ നമുക്ക് IQ അല്ലേ, ഒരു കുട്ടിയുടെ IQ എന്ന് പറയുന്നത് 100-ൽ താഴെയാണ്. മാനസിക വയസ്സ് 14 അപ്പോൾ 100-ന് താഴെയാണ് IQ ലെവൽ വരുന്നത്. മെൻ്റൽ ഏജ് വരുന്നത് 14. അങ്ങനെയാണെങ്കിൽ ശാരീരിക പ്രായം എത്രയായിരിക്കും? 14-ന് മുകളിലായിരിക്കും അല്ലേ? അപ്പം അന്ന് നമ്മൾ പറഞ്ഞു എന്താണ്? 14-ന് താഴെയായിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യം മിസ്റ്റേക്ക് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രീംലി സോറി. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കുട്ടിയുടെ വയസ്സ് 15 16. ഇത് രണ്ടും എന്തായിട്ട് വരാം? കറക്റ്റായിട്ട് വരും അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാം? ചിലപ്പോൾ അത് തെറ്റിപ്പോവാം. അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത്തരത്തിലുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട്
പറ്റുന്നത്. സാധാരണഗതിയിൽ മെൻ്റൽ ഏജ് കൊടുക്കുന്നു, ക്രൊണോളജിക്കൽ ഏജ് കൊടുക്കുന്നു, IQ കണ്ടുപിടിക്കുന്നു. അതായിരുന്നു സ്ഥിരമായിട്ടുള്ളൊരു പാറ്റേൺ. ഇപ്പം എന്താണ്, അതിൽ നിന്നൊരു മാറ്റം വന്നിട്ട് അതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദ്യമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ കൂടുതൽ ചോദ്യങ്ങൾ നോക്കുമ്പോൾ അത് ഭൂരിഭാഗം എന്ത് തന്നെയാണ്, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, പുതിയ പാറ്റേൺ അനുസരിച്ച് വേണം നിങ്ങൾ ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സൈക്കോളജിയിലെ ആണെങ്കിലും നമ്മുടെ കാറ്റഗറി സിലബസിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പല മോഡലിലുള്ള ചോദ്യങ്ങൾ പഠിക്കാം. അപ്പോൾ പല മോഡലിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട. ഇപ്പോൾ എഴുതിയിട്ടുള്ള കേട്ടിട്ട് ഞാൻ എന്തായാലും ക്വാളിഫൈ ചെയ്യില്ല എന്നുറപ്പുള്ളവരും അതിനോടൊപ്പം തന്നെ അടുത്ത കേട്ടറ്റ് എക്സാം എഴുതാൻ യോഗ്യത ലഭിക്കുന്ന കുട്ടികളും എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തുടങ്ങുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെങ്കിൽ തന്നെയാണ് നമുക്ക് ഈ കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. നമ്മളോടൊപ്പം പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ സിലബസൊക്കെ എടുത്തു വെച്ച് പഠിക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി വരും വീഡിയോസിൽ ടീച്ചിങ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും കേട്ടറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും താങ്ക് യു.